ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാർക്കെതിരെ കേസ് തുടരാമെന്ന മുൻ ഉത്തരവിൽ ഉറച്ച് സുപ്രീം കോടതി. CJP പ്രതിഷേധങ്ങളിലെ കേസുകൾ പിൻവലിക്കുന്നതിൽ ഡൽഹി സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തീരുമാനമെടുക്കാം എന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. മലയാളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ നേരെ കടകവിരുദ്ധമായാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് വളരെ വൃത്തിയായി വ്യക്തമായി പറയേണ്ടിയും വന്നത്. ആ വാർത്തയിലേക്ക്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാർക്കെതിരെ കേസ് തുടരാമെന്ന മുൻ ഉത്തരവിലൂടെ ഗുരുതരവും ഹീനവുമായ കുറ്റകൃത്യങ്ങളുള്ളവരെയാണ് ഉദ്ദേശിച്ചതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. FIRകൾ പിൻവലിക്കാൻ സർക്കാരുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിഷേധത്തിനെതിരെ അമിതാധികാരം പ്രയോഗിച്ച പോലീസുകാരും പ്രതിഷേധത്തിന്റെ മറവിൽ കൊടും കുറ്റവാളികളും സംരക്ഷിക്കപ്പെടരുത്. അന്വേഷണത്തിന് SITയെയോ ജുഡീഷ്യൽ സമിതിയെയോ നിയോഗിക്കുന്നത് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു. എല്ലാ കേസുകളും പിൻവലിക്കാനാകില്ലെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. ഹർജികൾ ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പകരമായി ഡൽഹിയിൽ അനുയോജ്യമായ മറ്റൊരു സ്ഥിരം പ്രതിഷേധവേദി കണ്ടെത്തണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശവും പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതവും ഗതാഗതവും തമ്മിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട മറ്റ് കക്ഷികൾക്കും നോട്ടീസ് അയച്ച കോടതി സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ സോളിസിറ്റർ ജനറലിനോട് നിർദ്ദേശിച്ചു. ജനം, ഡൽഹി.